അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് വീണ്ടും ഊര് തന്നെ ഇറങ്ങിയതാ. മുമ്പിൽ സ്കൂട്ട് ബാക്കിൽ സ്കൂട്ട്. നമ്മൾ ഇവിടുത്തെ ഒരു നാട്ടുകാരനായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ യാസീൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ നേരെ വോട്ട് ചിട്ടിക്കാണ് വിട്ടത്. അവിടെ എത്തി നോക്കിയപ്പോൾ ഒരു ഉരു വന്ന് കിടക്കുന്നു ബേപ്പൂരിൽ നിന്ന്. ഇവിടേക്കുള്ള നിത്യോപയോഗ സാധനങ്ങളുമായിട്ട് വന്ന ഉരുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടക്കണ മീനൊക്കെ ആണോ കടലിൽ? ഓ ഈ സാധനം ഇപ്പൊ നമ്മളവിടെ കണ്ടില്ല. ഇതാണോ കഴിച്ചപ്പോ? മീനിങ്ങനെ തുള്ളി കളിക്കുക. സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. അപ്പോഴാണ് ഈ മനുഷ്യന്മാർ ഇവിടുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. പേര് പോലും ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള മീനുകളാണ് ഇവിടെ. അത് ഞാൻ മീൻ പിടിക്കുന്നുണ്ടെന്ന് ഞാനും വിചാരിച്ചേ, പക്ഷെ ഇതൊരു മാതിരി വല്ലാത്ത പരിപാടി. ഇത് ഏതൊക്കെ ജാതി കളർ മീനാ. ചുവപ്പതാ, ചുവപ്പ് മാത്രമൊന്നുമല്ല, പച്ച, മഞ്ഞ, നീല എല്ലാ കളറും ഉണ്ട് ഇവിടെ. അതില് മറ്റൊന്നുമില്ലല്ലോ, വലിയ ഇതുണ്ടാവില്ല. ചൂണ്ട കൊണ്ട് ഇപ്പം കരയൊക്കെ പിടിച്ചിട്ട മീനാണിത്. അവസാന ശ്വാസ പടച്ചിൽ നിന്ന് ഇരയായിട്ട് ഇതിന്റെ വയറിൽ തന്നെ എടുത്തിട്ടാണ് ഇട്ടുന്നത്. മനസ്സിലാക്കി അങ്ങനെയാണ് ചത്ത്. ഇര കൊണ്ടുവന്നിട്ടില്ല, കുറെ സമയം വരെ കിടക്കും അവിടെ വെച്ച്. സമാധാനം ചത്തോട്ടെ. കടലിൽ ഇങ്ങനെ ഒരു അക്വേറിയം ഞാൻ ആദ്യമായിട്ട് കാണുക. ഇതൊക്കെ ദ്വീപിൽ നിന്ന് തന്നെ കിട്ടിയ കുറേ സൗഹൃദങ്ങളാണ്. അപ്പോൾ ഓക്കെ, ബൈ.